ഹലോ ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും പരാതിയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കട്ട പിടിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ റെസിപ്പി നല്ല തരിയായി കട്ടയൊന്നും പിടിക്കാത്ത ഒരു ഹെൽത്തി സോഫ്റ്റ് ഉപ്പുമാവാണേ. അതിനായി വേണ്ട ചേരുവകളുടെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. നന്നായി ചൂടായ പാനിലേക്ക് 3/4 ഗ്ലാസ് റവ ചേർത്ത് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. വറുത്ത റവയായിട്ട് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാലും ഉണ്ടാക്കുന്നതിന് മുന്നേ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ കട്ടയൊന്നുമില്ലാതെ തരിയായിട്ട് ഉപ്പുമാവ് കിട്ടാൻ കുറച്ചും കൂടി സഹായിക്കും. ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നന്നായി വറുത്തെടുക്കാം. കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി ഈ റവ പാനിൽ നിന്നും മാറ്റി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽ മുളക് കഷ്ണങ്ങളായി മുറിച്ചെടുത്തത്, കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. വറവ് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച 1/2 വലിയ ഉള്ളി, 3 പച്ചമുളക്, ഒരു ചെറിയ ഇഞ്ചിയും കൂടിയിട്ട് നന്നായി ഇളക്കിയെടുക്കാം. ചേരുവകളെല്ലാം നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് 2 സ്പൂൺ ഉപ്പിടാം. ഉള്ളി ഇട്ടതിന് ശേഷം ഉപ്പിടുന്നത് ഉള്ളി വാടാൻ സഹായിക്കും. ബാക്കി അരിഞ്ഞു വെച്ച ക്യാരറ്റും കുറച്ച് ഫ്രോസൺ പീസും കൂടെ ഇട്ട് ഇളക്കിയെടുക്കാം. വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത് നമുക്ക് റവയുടെ അതേ അളവിൽ വെള്ളം ചേർക്കാം. ഞാനിവിടെ 3/4 ഗ്ലാസ് റവയായിരുന്നു എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ അല്ലെങ്കിൽ 1 സ്പൂൺ നെയ്യോ തേങ്ങ ചിരകിയതോ ഈ സമയത്ത് ഇടാവുന്നതാണ്. ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കി കുറച്ചുകൂടി ആവശ്യമെങ്കിൽ ചേർക്കാം. ബട്ടറൊക്കെ അലിഞ്ഞ് വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയാൽ നമുക്ക് വറുത്ത് മാറ്റി വെച്ച റവ ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, റവ ഇടുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് ആക്കേണ്ടതാണ്. നന്നായി കൈവിടാതെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒട്ടും കട്ട പിടിക്കാത്ത തരിയായി തന്നെയുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയൊരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.